ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നല്ല സുട ഇഡ്ഡലി, പിന്നെ നമ്മുടെ സ്വന്തം സാമ്പാർ, പിന്നെ നമ്മുടെ വറവ് സാധനങ്ങളായ ചിപ്സ്, മുറുക്ക്, പിന്നെ പക്കാവട, കപ്പ വറുത്തത്, ഇതൊക്കെയാണ്. സോ ഇതൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ആലോചിക്കുമായിരിക്കും. ഇത് ഓണത്തിനിടാൻ വെച്ചിരുന്ന വീഡിയോ ആണ് ഗൈസ്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നാണ് ഞാനിങ്ങനെ ഗാലറി തപ്പോൾ അതായത് അയ്യോ എന്തോ ഒരു വീഡിയോ ഇടാനുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലി സാമ്പാർ ഈസ് എ ഡെഡ്ലി കോമ്പിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ മാർവലസ് ഇമോഷൻ അല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കഴിക്കാൻ നല്ല മൂഡായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അങ്ങ് മടുക്കും. പക്ഷേ ആ ദിവസം വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നാലോ. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ തുളസി ചേച്ചി ഓണത്തിൻ്റെ അന്ന് രാവിലെ കൊണ്ട് തന്നെ കേട്ടോ. സോ നമുക്ക് എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ രാവിലെ ചേച്ചിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഹോം മെയ്ഡ് ആട്ടോ. ചിപ്സ് അവരെല്ലാം വീട്ടിൽ തന്നെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ല ഇഡ്ഡലി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ഇഡ്ഡലിയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു 10-12 ഇഡ്ഡലി ഒറ്റയിരിപ്പിന് നമുക്ക് കഴിക്കാൻ പറ്റും ഗൈസ്. സോ ഇഡ്ഡലി സാമ്പാർ ചൂടാണെങ്കിൽ അത് നമുക്കൊരു 15 വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ഇതാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാകുമ്പോൾ ഉമ്മ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് എനിക്ക് തന്നെ മടിയായതുകൊണ്ട് ഞാനത് പാക്കറ്റാട്ടോ വാങ്ങിച്ചത്. പക്ഷേ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന അത്രയും സാധനം പോരാ. അപ്പോഴത്തേക്ക് ഓരോരോ ഇഡ്ഡലിയും ഈ സാമ്പാർ എങ്ങനെയൊക്കെ സാമ്പാർ അഴിക്കണം. അതിനകത്ത് മെയിൻ ഇഡ്ഡലിയെ കുറിച്ച് അതിനകത്ത് പരാമർശിക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ ഇഡ്ഡലി സാമ്പാർ കഴിക്കാനായിട്ട്. സോ നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.